നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? അതുണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പളങ്ങ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ്റെ സൈസിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നു. ഒരു ഫുള്ള് കപ്പളങ്ങയാണ്. കപ്പളങ്ങ അഥവാ പപ്പായ, പലരും ഓമക്കായ, പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഇതിനു വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരവി, ഇത് 3-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 1-ാം പാല്, ഇങ്ങനെ 3 പാല് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ ചിരവി മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ച് പിരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ് തേങ്ങാപ്പാൽ. പിന്നെ ഇതിന് വേണ്ടത് 100 ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത് 100 ഗ്രാമാണ്. 2 മീഡിയം സൈസ് സവോള നല്ല നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു 7 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 2 വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത്. 4 ഇതൾ കറിവേപ്പില. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാം. 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ സ്പൈസസായ കറുവാപ്പട്ടയുടെ 3 ചെറിയ കഷ്ണവും ചതച്ച 3 ഏലക്കായും. പച്ചമുളക് 4 നടുവേ പിളർന്നത്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. 1/2 ടീസ്പൂൺ കടുക്. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായത്. കപ്പളങ്ങ, പച്ച കപ്പളങ്ങ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പളങ്ങ ആദ്യം തിരുമ്മി വെക്കാം. അച്ചായ പാത്രം എടുത്ത് ആദ്യം കപ്പളങ്ങ അരിഞ്ഞതെടുക്കുക. ചിക്കൻ്റെ സൈസിൽ കപ്പളങ്ങ മുറിച്ചെടുത്ത കപ്പളങ്ങ ചെരുവത്തിലോട്ടിട്ടു. ചെരുവത്തിലോട്ടിട്ടു. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. വെള്ളോട്ട് മതി. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തേ. ഇട്ട് കൊടുത്തോ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു ഇതൾ കറിവേപ്പില ഇട്ട് കൊടുത്തേ. 1 ഇതൾ കാണിച്ചേ. ഇട്ട് കൊടുത്തോ. പിരിഞ്ഞ് അങ്ങോട്ട് ഇട്ടോ. ഇടിച്ച് അങ്ങോട്ട് ഇട്ടോ. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് വെച്ചല്ലോ 1 ടീസ്പൂൺ. ഇതിനു വേണ്ടിയാണ്. ഇനി അങ്ങോട്ട് ഒഴിച്ചോ. ഇനി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. നന്നായിട്ട് തിരുമ്മിക്ക്. സ്പൂണിട്ട് നന്നായിട്ട് തിരുമ്മിക്ക്. നന്നായിട്ട് പിടിക്കട്ടെ. പഴുക്കാത്ത പച്ച കപ്പളങ്ങയാണ് എടുക്കുന്നത്. ഇത് ഇച്ചിരി പച്ച കപ്പളങ്ങയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ ഇരുന്ന ശേഷം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കുഴുവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്ന ചീൻചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ചൂടായി വരുന്ന എണ്ണയിലോട്ട് കറുവാപ്പട്ട 3 ചെറിയ കഷ്ണവും 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടോ. ഓക്കെ. ഇതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കുക. കടുകിട്ടോ. ഇട്ടോ. കടുക് പൊട്ടി. അതിനകത്തോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2-3 കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി പച്ചമുളക്
4 പച്ചമുളക് നടുവേ പോകും. ഇട്ടോ. ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. മതി. ചെറിയ ഉള്ളി ഇടുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. ചിക്കനില്ലാത്ത ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നതിനാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കിക്ക്, നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്ക് ഇങ്ങോട്ട് സവോള ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് അരിഞ്ഞെടുത്തിരിക്കുന്ന സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്ന് ഇനി സവോള ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസ് സവോള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടോ ഷോട്ടിട്ടോ. 2 മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. സവോള പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്, വാടി കിട്ടുന്നതിന് വേണ്ടിയാണ്. സവോള നന്നായിട്ട് വാടി കിട്ടണം. ഇട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് സവോള വാടി വരണം. സവോള ശരിക്കും വാടണം. നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. സവോള ശരിക്കും ഒന്ന് വാടട്ടെ. അല്ല, ചിക്കൻ്റെ ടേസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടണ്ടേ. നമ്മുടെ കപ്പളങ്ങ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുക. അരപ്പൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഇല്ലാത്ത സൂപ്പർ ചിക്കൻ കറി ആയിരിക്കും. സവോള നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഉപ്പിട്ട കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടു, അതുപോലെ തന്നെ കപ്പളങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പപ്പായക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സവോള ഒന്ന് വാടി വരട്ടെ. സവോള വാടി തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടൊമാറ്റോ, തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇന്ന് നോയമ്പ് കാലത്ത് എല്ലാവരും ഇങ്ങനെ ചിക്കനില്ലാത്ത ചിക്കൻ കറി ഇതൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. സവോള വാടട്ടെ. സവോള നന്നായിട്ട് വാടിക്കോട്ടെ. തക്കാളിക്കായി നന്നായിട്ട് വാടി. ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ കുറച്ചും കൂടി ഒന്ന് വാടിക്കോട്ടെ. വാടി കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടി കൊടുക്കും. വാടി വരുന്നുണ്ട്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നിങ്ങളിത് സവോള തക്കാളിക്കൊക്കെ വാടി വരുന്നു. കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കെ മാറി ഒന്ന് വാടിക്കോട്ടെ. നന്നായിട്ട് വാടി വരുന്നു. നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കൂടെ ഒന്ന് വാടിയിട്ട് ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് മസാല ആഡ് ചെയ്യാൻ പോകണേ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കേട്ടോ. ഇനി 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടോ കാണിക്കുന്നു. അങ്ങനെ തന്നെ. ഇനി ചിക്കൻ മസാല 3 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കും. ചിക്കൻ മസാല ഇട്ട് ഇനി 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടോ നേരിട്ടിട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. മസാലയുടെ പച്ചപ്പെല്ലാം ഒന്ന് മാറട്ടെ. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കളഞ്ഞ് ചിക്കൻ മസാല ഇട്ട് ഗരം മസാല ഇട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് ഈ മസാലയുടെ പച്ചപ്പെല്ലാം ഒന്ന് മാറട്ടെ. നമുക്കൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലാത്ത ചിക്കനായ കപ്പളങ്ങ അരിഞ്ഞ് പുരട്ടി വെച്ചിരിക്കുന്നത്, പപ്പായ പുരട്ടി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊടിയൊന്ന് വാടി വരും. നന്നായിട്ട് പൊടിയുടെ പച്ചപ്പ് മാറി. ഇനി നമുക്ക് കപ്പളങ്ങ ചേർത്ത് കൊടുക്കാം. മതി. പൊടി കരിഞ്ഞ് പോകരുത്. കപ്പളങ്ങ ആഡ് ചെയ്യുവാണ് മാഗ്നേറ്റ് ചെയ്ത്. ഇത് കാണിച്ച് കേട്ടോ. ഇതാണ് ഇത്. ഇപ്പോൾ നല്ല ചിക്കൻ്റെ പീസ് പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. അടിപൊളി.
നന്നായിട്ട് ഇനി അങ്ങോട്ട് ഇളക്കി. നല്ല കണ്ടോ, നല്ല ഇത് നല്ല പിടിച്ച് നല്ല ചിക്കൻ്റെ പീസ് പോലെ തന്നെ ഇരിക്കും. നല്ല കട്ടിയുള്ള തവി കൊണ്ട് ഇളക്കണം. ഇളക്കി കൊടുക്കും. നന്നായിട്ടൊന്ന് കപ്പളങ്ങ ഒന്ന് മസാലയായിട്ട് ശരിക്കൊന്ന് പിടിച്ചോട്ടെ. നന്നായിട്ട് തിരിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. മസാല എല്ലാം കപ്പളങ്ങയിലോട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. പപ്പായയിലോട്ട് ആ മസാല എല്ലാം ചിക്കനില്ലാത്ത ചിക്കനിലോട്ട് ചിക്കനിൽ മസാല പിടിക്കട്ടെ. അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പിടിക്കട്ടെ. ഇങ്ങനെ തെരുതെരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം മസാല കരിയരുത്. മസാല കരിഞ്ഞ് കഴിഞ്ഞാൽ കങ്കൻ ചുവയ്ക്ക്, അതായത് മസാല കരിചവ് വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങാപ്പാൽ 3-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ 3-ാം പാൽ ഒഴിച്ച് കൊടുത്ത് കപ്പളങ്ങ ശരിക്ക്, അതായത് ചിക്കനില്ലാത്ത ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പളങ്ങ വേവിച്ചെടുക്കാം. ഒഴിച്ചോ ഇങ്ങനെ ഇളക്കി. ഇങ്ങനത്തൊന്ന് ഇളക്കി. ഇനി ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കപ്പളങ്ങയ്ക്ക് നല്ല വേവ് വേണ്ടതാണ്. പപ്പായയ്ക്ക് നല്ല വേവ് വേണം. അതുകൊണ്ട് നന്നായിട്ട് നല്ല ചിക്കന് നല്ല വേവ് വേണമല്ലോ. അപ്പോൾ ചിക്കനില്ലാത്ത ചിക്കൻ കറി ആയതുകൊണ്ട് നമ്മുടെ ഈ പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് 3-ാം പാലാണ് ഒഴിച്ച്. ഇനി നന്നായിട്ടിരുന്നൊന്ന് തിളക്കട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ചേക്കാം. മൂടി ഇരുന്ന് വേട്ടെ. അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് കപ്പളങ്ങ ശരിക്ക് പപ്പായ ശരിക്ക് വേകുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേകണം. അതുകൊണ്ട് ഈ 3-ാം പാലിനകത്ത് ഇടന്ന് നന്നായിട്ട് വേകട്ടെ. മൂടി വെച്ചു ഒന്ന് തുറന്ന് നല്ല കളറുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നു. നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് പൂവിലായി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കപ്പളങ്ങ വേകണം. ഞാൻ പറഞ്ഞില്ല പപ്പായയ്ക്ക് വേവ് കൂടുതൽ വേണം. അതുകൊണ്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് കൂടുമ്പം ഇടയ്ക്ക് പൊക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെന്തോട്ടെ. ഇളക്കി അടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് ഇനി മൂടി വെക്കാം. നന്നായിട്ട് ഇളക്കണം. ചിക്കനില്ലാത്ത ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടപ്പ് തുറന്ന് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കപ്പളങ്ങ നന്നായിട്ട് വേകണം. എന്നാൽ ചിക്കൻ്റെ ആ ടേസ്റ്റ് കിട്ടും. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പറ്റി വരുന്ന ഇത് നമുക്ക് ഇങ്ങോട്ട് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത് 2-ാം പാൽ നേരെ ഒഴിച്ചു. ഒഴിച്ചു നേരെ ഒഴിച്ചു. 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നു. 2-ാം പാൽ നന്നായിട്ട് തിളക്കട്ടെ. 2-ാം പാൽ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ കപ്പളങ്ങ നന്നായിട്ട് വേവും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി മൂടി വെക്ക്. നന്നായിട്ട് തിളക്കട്ടെ. 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ചോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നു. 2-ാം പാലിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നു. നന്നായിട്ട് വെന്ത് കിട്ടാൻ സമയം വേണം കപ്പളങ്ങയ്ക്ക്. അല്ല പപ്പായ നല്ല സമയം എടുക്കും വേകാൻ. അപ്പോൾ അതുപോലെ നല്ലതായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തേ.
നല്ല കളറായി, നല്ല ചിക്കൻ കൂണക്ക് തന്നെ വരുന്നുണ്ട്, നല്ല കളറൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, ഉണ്ടോ ആവി പറക്കുന്നുണ്ടോ? നന്നായിട്ട് ഇളക്കി കൊടുക്കും. ആഹാ, നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ രണ്ടാം പാലിനുള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ നന്നായിട്ട് രണ്ടാം പാലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പം വെന്ത് വരുന്നുണ്ട്, നന്നായിട്ട് വേവായി. ഉണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ? ഉണ്ടോ കളറ് കണ്ടോ? തുറന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ സമയമായി വരുന്നു. നമ്മുടെ ചിക്കൻ പീസ് പോലത്തെ കപ്പളങ്ങ പീസുകൾ അല്ലെ പപ്പായ പീസുകൾ നന്നായിട്ട് വെന്ത് വരുന്നു. ആ ചാറ് കണ്ടോ, ആ ഗ്രേവി കണ്ടോ? ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ? ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി, അടിപൊളി. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു ഉണ്ടോ? ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. ചെറുതായിട്ടൊന്ന് കുമള കയറിയാൽ മാത്രം മതി. നന്നായിട്ട് ഇളക്കി കൊടുത്ത്. ആഹാ, നന്നായിട്ട് ഇളക്കി കൊടുത്ത്. തീ വെച്ച് തീ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കും. കണ്ടോ, ചിക്കൻ പീസ് കിടക്കുന്ന പോലെ കിടക്കുന്ന കണ്ടോ? അടിപൊളി. നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് കുമള കയറുമ്പോൾ, കുമള വരുമ്പോൾ, അതായത് അധികം തിളയ്ക്കണ്ട. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് കണ്ടോ, നല്ല ചിക്കൻ കിടക്കുന്ന പോലെ അതിൻ്റെ കളർ ഇളകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത്. അപ്പം അവൻ്റെ ആ കളർ ഇളകി അങ്ങോട്ട് വരും, ആ ചിക്കൻ കറിയുടെ കറി. ആ തേങ്ങാപ്പാലയിലോട്ട് ഒന്നാം പാലയിലോട്ട് ശരിക്ക് പിടിക്കും. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇച്ചിരി കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുത്ത്. ഇട്ടോ നല്ല പച്ച കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ച കറിവേപ്പിലയുടെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് മതി, ഇത്രയും ചൂടായാൽ മതി. ഈ തീ ഓഫ് ചെയ്തു. നന്നായിട്ട് കളർ അങ്ങോട്ട് ഇളകട്ടെ. നന്നായിട്ട് ഇളക്കിക്ക്. നന്നായിട്ട് ഇളക്കുന്നതനുസരിച്ച് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയുടെ നല്ല ഗ്രേവി നല്ല സൂപ്പറാവും. ഇപ്പം നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി റെഡിയായി. ഇത് നമുക്കിനി അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ബൗളിനകത്തോട്ട് മാറ്റി നമ്മുടെ അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. ഓക്കെ, ഇതാണ് ബൗളിലോട്ട് മാറ്റിയ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി. പപ്പായ കൊണ്ട് അല്ലെ കപ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കൂട്ടി എന്നാ ടേസ്റ്റ് ആയിരിക്കും. ഇത് കണ്ടോ, എൻ്റെ കളറ് കണ്ടോ? ചിക്കൻ കിടക്കുന്ന പോലെ അവൻ്റെ കപ്പളങ്ങ പീസ് അല്ലെ പപ്പായ പീസ് കിടക്കുന്ന കണ്ടോ? ഈ നോയമ്പ് കാലത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടും. അതുപോലെ തന്നെ ചിക്കൻ കൂട്ടാൻ അലർജി ഉള്ളവർക്കില്ലേ, കൂട്ടാൻ പറ്റിയില്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വെജിറ്റേറിയനൊക്കെ കഴിക്കുന്നവർക്കും ഇതുപോലെ ചിക്കൻ. നമ്മുടെ കപ്പളങ്ങ ഒന്നും പാഴാക്കി കളയും. ഇതുപോലെ പച്ച കപ്പളങ്ങ കൊണ്ട് അല്ലെങ്കിൽ പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ടേ അഭിപ്രായം പറയണം കേട്ടോ. ചിക്കനെ എന്താ നിങ്ങൾക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തത്? ചിക്കൻ പോലെ തന്നെയാണോ? ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി പോലെ തന്നെ ഇരിക്കുന്നതാണ് ഞങ്ങളിവിടെ കഴിച്ച് ഞങ്ങളുടെ ആൾക്കാരെല്ലാം പറഞ്ഞു, ഞങ്ങളുടെ ഫ്രണ്ട്സും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് പിള്ളേർക്കും എല്ലാവർക്കും വെച്ച് കൊടുക്കണം കേട്ടോ, അമ്മമാർ കണ്ടോ. അതുപോലെ ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് വെക്കാവുന്ന ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയാണ്. നല്ല സൂപ്പർ. എന്നാ സ്മെല്ലാണെന്നറിയോ? നല്ല ചിക്കൻ്റെ സ്മെല്ല് വരുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. ഇനി അച്ചായൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ കറിയും നമ്മുടെ അച്ചായൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അച്ചായനെ നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അതുപോലെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, നല്ല അടിപൊളി. ഈ ഒരു പ്രാവശ്യം ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞാണല്ലോ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുണ്ടാക്കും. അതുപോലെയാണ് നമ്മുടെ ചിക്കൻ ഇല്ലാത്ത സൂപ്പർ ചിക്കൻ കറി. അച്ചായ ഒന്ന് വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു വെച്ചാൽ അല്ലേ, ഒന്ന് ഇളക്കി കാണിച്ചു വെച്ചാൽ. അതെ, ഇതുപോലെ ചിക്കൻ്റെ പീസ് കിടക്കുന്നത് തന്നെ കിടക്കുന്നുണ്ടോ? അച്ചായ ഒന്ന് എടുത്ത് കൂട്ടി കാണിച്ചു വെച്ചാൽ ചോറിൻ്റെ കൂടെ ചിക്കൻ കറി.
നല്ല പീസ് തന്നെ എടുത്തു ചിക്കൻ്റെ. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി. എടുത്തു. ഇനി ഒന്ന് ഇളക്കി കാണിച്ചു, ഇളക്കിക്ക്. കണ്ടോ ചാറിൻ്റെ ആ കട്ടിയൊക്കെ കണ്ടോ? അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്ന് കഴിച്ച് കാണിച്ചു വെച്ചാൽ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കാണിച്ചു തരാം. അതേ കണ്ടോ, 3-4 പീസ് ചിക്കനില്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല ചൂടാണ്, ചൂടോടുകൂടി വാങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് അച്ചാന് ഇനി കഴിച്ച് കാണിയില്ലേ. ഓക്കെ, ചോറെടുക്ക്. ഗ്രേവിയുടെ കൂട്ടി. ചിക്കൻ പിന്നെ എടുത്താൽ മതി, കാരണം ചൂടായതുകൊണ്ട്, ചൂട് ചിക്കൻ ആയതുകൊണ്ട്. ആദ്യം ഇച്ചിരി ഗ്രേവി കൂട്ടിയിട്ട്. ഉപ്പ് വരുമൊക്കെ പാകാണോ? എല്ലാം പാകം. ഇങ്ങോട്ട് നോക്കിയേ, പാകാണോ? ഇത് സൂപ്പർ ചിക്കൻ. സൂപ്പർ ചിക്കൻ. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ഉപ്പ്. സൂപ്പർ ചിക്കനാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ഇടണം. ഉപ്പ് കുറച്ച് വേണ്ടവർ കുറച്ചേ ഇടാവുള്ളൂ. നമ്മൾ കണ്ടത് 2 സമയത്ത് ഉപ്പിട്ട്, ഉപ്പ് തിരുമ്മി വെച്ച്, ഈ പപ്പായ തിരുമ്മി വെച്ച്, അതുപോലെ തന്നെ നമ്മൾ സവോള വാട്ടിയപ്പോൾ ഉപ്പിട്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഉപ്പ് കറക്റ്റാണ്. പിന്നെ നിങ്ങൾ കറി എടുക്കുന്നതിന് മുമ്പ് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം കേട്ടോ. അച്ഛാ അതെ ചിക്കൻ അതിൻ്റെ കാല് കഴിക്കുവാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. അച്ഛൻ ചിക്കൻ കാല് കഴിച്ച് സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടെ കഴിക്കുന്നുണ്ടോ? അടുത്ത കാര്യം കൂടെ കഴിക്കുക. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി ചിക്കൻ കറി. ഞങ്ങൾക്കുള്ള ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി വെച്ചേക്കണം കേട്ടോ. ചിക്കൻ അല്ലാത്ത ചിക്കൻ പീസ് അല്ലേ? പപ്പായ പീസ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ പീസ് കേട്ടോ. കാല് ചിക്കൻ കാല്. അച്ഛൻ കാലാണ് എടുത്ത് അടിച്ച് തകർക്കുമല്ലോ അച്ഛാ. കാല. അച്ഛൻ അടിച്ച് തകർക്കുക. സൂപ്പർ ചിക്കനാണോ? അപ്പം എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി. ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞ ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു എവരി വൺ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു എവരി വൺ. താങ്ക് യു. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി സൈനിങ് ഓഫ്. താങ്ക് യു.